ഹലോ, നമസ്കാരമുണ്ട്. നമ്മുടെ ഒരു മോശം ഹാബിറ്റിനെ, ഒരു മോശം ശീലത്തെ മാറ്റിയെടുക്കാൻ കഷ്ടപ്പെടുകയാണോ? എന്നാൽ ജെയിംസ് ക്ലിയറിൻ്റെ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്ക് നമ്മളോട് പറയുന്നത്, നമ്മുടെ ഗോളിനെയല്ല, നമ്മുടെ ലക്ഷ്യത്തിനെയല്ല നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മൾ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ അസ്തിത്വത്തിനെ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഐഡൻറ്റിറ്റിയെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സിഗരറ്റ് വെച്ച് നീട്ടി നമുക്ക്. അപ്പോൾ അവിടെ ഒരാൾ പറയുന്നത്, ഞാനിപ്പോൾ വലി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ആൾ പറയുന്നത്, ഞാൻ പുകവലിക്കുന്ന ശീലമല്ല, ഞാൻ പുകവലിക്കാരനല്ല എന്ന് പറയുന്നു. ഇവർ രണ്ടാളും പറയുന്നതിൽ വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞ ആൾ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ആൾ ഞാൻ ഇപ്പോഴും ഒരു പുകവലിക്കാരനാണെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത്. മറ്റേ ആൾ പറഞ്ഞത് ഞാൻ സ്മോക്കർ അല്ല എന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവരേണ്ടത്. നമ്മൾ ഭാരം കുറക്കാൻ നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അതിലോട്ടുള്ള പ്രോസസ്സ് ഓരോന്ന് എന്താണ്, ജിമ്മിന് പോവുക, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക. നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ചില ആളുകൾ ശീലം മാറ്റാനൊക്കെ നോക്കും. ഒരാഴ്ച നമ്മൾ ട്രൈ ചെയ്തിട്ട് പിന്നെ അത് മാറ്റി വെക്കും, പിന്നെ പഴയ ശീലം തന്നെയാവും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. ശീലം മാറ്റുക എന്നുള്ളത് ഒറ്റയടിക്ക് നടക്കുന്ന ഒരു കേസല്ല. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടെങ്കിലും ഒരു കാര്യമെങ്കിലും ഒരു ദിവസം, ഒരു ചെറിയ കാര്യമെങ്കിലും ഒരു ദിവസം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, പക്ഷെ അതിൽ മെയിനായിട്ടുള്ള ഈ പോയിൻ്റ് വിട്ടുപോയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഈ വിഷയത്തിനെ കുറിച്ച് തന്നെ ഇടാൻ കാരണം. അപ്പോൾ നമ്മൾ ശീലം മാറ്റിയെടുക്കുക എന്നുള്ളത് കഴിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് ചെറുതായിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ഷമ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് നമുക്കൊരു കാര്യവും നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നേരത്തെ സിഗരറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കണം. നമ്മൾ ആ ഒരു കാര്യം ചെയ്തതായിട്ട് നമ്മളങ്ങനെ ആയിത്തീരണം, അതിലാണ് ലയിക്കണം. അപ്പോഴേ നമുക്ക് ആ ശീലം ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ.